പുലർച്ചെ കുളിക്കാൻ പോയ വല്യമ്മ കുളക്കടവില് മരിച്ചു കിടക്കണതായിട്ടാണ് കാണുന്നത്. വല്യമ്മയുടെ ശവദാഹമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് വീട്ടില് മുത്തശ്ശൻ പറയുന്ന കേട്ടു, ഒടി വെച്ച് കൊന്നതാത്രേ എന്ന് പറയുന്ന കേട്ടു. എല്ലാവരും വളരെ ഭയത്തോടു കൂടി ആ വാർത്ത കേൾക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ചെയ്തു. അന്ന് എനിക്ക് 10 വയസ്സാണ്. 10 വയസ്സ് ഏകദേശം 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എന്താ ഈ ഒടി വെച്ച് കൊല്ലലെന്ന് ചോദിക്കാൻ പറ്റിയ ആരും ഇല്ല. അപ്പോഴേക്കും ഞാൻ അമ്മയുടെ തറവാട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ അയോയാണ് എൻ്റെ ഒരു വലിയ കഥാ ഭണ്ഡാരം. പക്ഷെ അയോയ കൂടെ ഇല്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് രാത്രി മുത്തശ്ശനോട് തന്നെ ചോദിച്ചു, എന്താ ഈ ഒടി വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാല് എന്ന് ചോദിച്ചു. അതൊന്നും കുട്ടികൾ അറിയാൻ പാടില്ല, അനക്ക് പേടിയാവും എന്ന് പറഞ്ഞു. എനിക്ക് പേടിയാവില്ല, കഥ കേട്ടാക്കി പേടിയാവില്ല, എനിക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, കഥ പറഞ്ഞുതരാം, പകരം ഒരു കാര്യം ചെയ്യണം. എന്താണ്? മുത്തശ്ശന് കവുങ്ങുകളുണ്ട്, കുറെ അടയ്ക്ക കൃഷിയുണ്ട്. കുറേ അടയ്ക്ക വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അടയ്ക്കകൾ ഉണങ്ങാനിടും. ഈ അടയ്ക്ക ഉണങ്ങാനിടലും അത് പരത്തലും അത് തിരിച്ച് ചാക്കിലാക്കലും ഇതൊരു വലിയ പണിയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആ പണി ഏറ്റെടുത്തു, കഥ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അമ്മമ്മ അപ്പം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ പെണ്ണിന് വെറുതെ സ്വപ്നം കണ്ടു നിലവിളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശക്തിയുക്തം അതിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു പേടിയില്ല. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കണ സമയത്ത് ഒടിയന്മാരെ കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞു തരികയാണ്. മുത്തശ്ശൻ പറഞ്ഞു തന്ന് കേട്ടിട്ടുള്ള കഥകളിലത്തെ അറിവേ എനിക്കുള്ളൂ കേട്ടോ. അതായത് എൻ്റെ ജനനവർഷം എന്ന് പറയണത് 1971. 1971 ജനിച്ച എനിക്ക് വളരെ ക്രിയാത്മകമായിട്ടൊന്നും ഒടിയന്മാരെ കുറിച്ച് പറയാൻ ഉള്ള ആധികാരികമായിട്ടുള്ള അറിവില്ല. എന്താന്ന് വെച്ചാൽ വളരെ പഴയ കാലത്ത്, ചിലപ്പോൾ ഒരു 2 നൂറ്റാണ്ട് മുൻപ് വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ആധുനിക സംവിധാനങ്ങൾ, ജീവിത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു വിഭാഗം ജനങ്ങൾ ചെയ്തിരുന്ന കലാപരമായൊരു പ്രവൃത്തി എന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കൊലപാതകം കലാപരമായ പ്രവൃത്തിയാണോ എന്ന സംശയം വരാം. അപ്പോൾ പറയർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഒടിവേല ചെയ്യണത് എന്നാണ് മുത്തശ്ശൻ എനിക്ക് പറഞ്ഞു തന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ കുലത്തൊഴിൽ മുറം, കുട്ട തുടങ്ങിയ ചൂരലുകൊണ്ടും കൈതോല കൊണ്ടുമുള്ള വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അവകാശത്തിൽപ്പെട്ട ഒരു തൊഴിലാണ്. പറയിപെറ്റ പന്തിരുകുലം, അതിനെക്കുറിച്ച് നാറാണത്തു ഭ്രാന്തൻ എന്ന എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ ചാപ്റ്റർ 4 ഞാൻ പറയുണ്ടായിട്ടുണ്ട്. പറയ സ്ത്രീ പെറ്റ് 12 കുലങ്ങളിലായിട്ട് വളർത്തപ്പെട്ട മക്കൾ, ഒരമ്മ പെറ്റ മക്കളാണ് ഈ ലോകം മുഴുവൻ എന്ന മഹത്തായ സന്ദേശം വെളിവാക്കി തന്ന കഥയാണ് പറയിപെറ്റ പന്തിരുകുലത്തിൻ്റേത്. അതിൽപ്പെട്ട ഒരു വിഭാഗം, പറയ വിഭാഗം, കുലത്തൊഴിൽ കുട്ട, മുറം എന്നിവ ഉണ്ടാക്കലാണ്. പായ, പണ്ട് നെല്ല് ഉണങ്ങാനിട്ടിരുന്നത് പരമ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുക. പരമ്പ്, പനമ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
അതൊക്കെ നെയ്ത് കൊണ്ടുവരിക എന്ന് പറയണത് അവരുടെ അവകാശമാണ്. പറയരും പാണരും, പാടുന്നവൻ പാണൻ, പറയുന്നവനാവാം പറയൻ, എനിക്ക് ഉറപ്പില്ല. പാണൻ പാടി കേട്ടിട്ടുള്ള കഥകൾ നിരവധിയാണ്. പ്രത്യേകിച്ച് വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവരുടെ കുലത്തൊഴിൽ ഉടുക്കുകൊട്ടി പാടലായിരുന്നു എങ്കിൽ പറയരുടേത് ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാണ പ്രവൃത്തികളായിരുന്നു. ഇവരിൽ ചിലർ മന്ത്രവാദം അഭ്യസിക്കുകയും, അത് ദുർമന്ത്രവാദം എന്ന് പറയപ്പെടുന്നു. അഥർവവേദത്തിലാണത്രേ ദുർമന്ത്രവാദങ്ങൾ ഉള്ളത്. മന്ത്രവാദം അഭ്യസിക്കുകയും മൃഗങ്ങളുടെ രൂപത്തിൽ, മൃഗങ്ങളുടെയും ഉരകങ്ങളുടെയും രൂപത്തിൽ വേഷം മാറാനുള്ള സിദ്ധി നേടുകയും ചെയ്യുന്നു. അതെങ്ങനെയാ സിദ്ധി ഉണ്ടാവണത്, എങ്ങനെയാ കഴിവുണ്ടാവണത് എന്നുള്ള എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മുത്തശ്ശനെ അമ്മമ്മ സമ്മതിച്ചില്ല. പക്ഷേ പിന്നീട് ഒരിക്കൽ അമ്മമ്മ കേൾക്കാതെ തന്നെയാണ് മുത്തശ്ശൻ എനിക്കത് പറഞ്ഞു തന്നത്. അത് ഇപ്രകാരമാണ്. അതായത് ഗർഭിണികളായ സ്ത്രീകൾ, പണ്ടേ പറയും ഗർഭിണികളായ പെണ്ണുങ്ങൾ സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങരുത്. അത് വലിയൊരു ചട്ടം തന്നെയായിരുന്നു, നിയമം തന്നെയായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങരുത്, കാലങ്കോഴി കൂവുന്നത് കേൾക്കരുത്, പട്ടികൾ ഓരിയിടാൻ സാധ്യതയുണ്ട്, അവറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്, ആകാശത്ത് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗർഭിണികളായ സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്നൊക്കെയുള്ളത് പ്രായം ചെന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ വളരെ ചിട്ടയോടുകൂടി നിഷ്കർഷിച്ചിരുന്ന നിയമങ്ങളാണ്. കയ്യിലൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരാണിയെങ്കിലും കയ്യിൽ പിടിച്ചിട്ടേ നടക്കാവൂ. ഞാൻ സ്കൂളിൽ പഠിക്കണ കുട്ടിയായിരുന്ന ആ കാലത്ത് പോലും എൻ്റെ തറവാടുകളിലൊന്നും വൈദ്യുതി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ ഈ കഥ കേൾക്കുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തല ഭംഗി, ഭീകര ഭംഗി കൂടി ഒന്നാലോചിച്ച് നോക്കാം. അപ്പോൾ ഈ ഗർഭിണികളായ സ്ത്രീകളെ ചിലപ്പോൾ ഇത്തരത്തിൽ മന്ത്രവാദം അഭ്യസിച്ചിട്ടുള്ള ആൾക്കാർ നോട്ടമിട്ട് വയ്ക്കും. എന്നിട്ട് അതിന് ഈ ഗർഭസ്ഥ ശിശുവിന് ഇത്ര മാസം പ്രായം എന്നൊക്കെ ഉണ്ട് കേട്ടോ, അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നിട്ട് രാത്രി ഇവരുടെ വീടിന് പുറത്ത് പടിപ്പരയ്ക്ക് പുറത്ത് ഇവർ നിന്നാൽ മതി. ഈ സ്ത്രീ സ്വമേധയ, എന്നാൽ സ്വബോധം ഇല്ലാതെ, എന്താണ് താൻ ചെയ്യുന്നത് എന്ന നേരറിവ് ഇല്ലാതെ തന്നെ തൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ കുറ്റി തുറന്ന് പുറത്തേക്ക് വരികയും പടിപ്പുരയ്ക്ക് പുറത്തേക്ക് വരികയും ചെയ്യും എന്നാണ് പറയണത്. തുടർന്ന് ഇവരുടെ ഗർഭസ്ഥ ശിശുവിനെ ഈ മനുഷ്യൻ പുറത്തേക്കെടുത്ത് പകരം ചെള്ള നിറയ്ക്കും എന്നാണ് പറഞ്ഞത്. ചെള്ള എന്ന് വെച്ചാൽ ചെളിയും വൈക്കോലും നിറച്ചിട്ട് തിരികെ ഈ സ്ത്രീ അതേപോലെ തന്നെ പടിപ്പര അടച്ച് വീടിൻ്റെ ഉള്ളിൽ കയറി തൻ്റെ മുറിക്കകത്ത് കയറി വാതിൽ കുറ്റിയിട്ട് കിടക്കും. പിറ്റേ ദിവസം മരിച്ചു കിടക്കുന്നതായിട്ടേ കാണുള്ളൂ. എന്താ കാരണം എന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് പോസ്റ്റ്മോർട്ടങ്ങൾ ഇല്ലായിരുന്നിരിക്കാം, എനിക്ക് നിശ്ചയില്ല കേട്ടോ. തുടർന്ന് ഈ കൈക്കലാക്കിയ ഗർഭസ്ഥ ശിശുവിനെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിലെന്തൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്കറിയില്ല, ഒരു മരുന്നാക്കിയിട്ട് മാറ്റുകയും ആ ലേപം ശരീരത്തിൽ ഒരു പ്രത്യേക സമയത്ത്, എല്ലാ സമയത്തും എല്ലാ ദിവസവും ഒന്നും അത് പറ്റില്ല അത്രേ,
കറുത്ത വാവിൻ നാൾന്നോ അതോ വാവ് ദിവസം എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇതൊക്കെ ഐതിഹ്യമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. വാവിന്നാൾ, കറുത്ത വാവിന്നാൾ, ചന്ദ്രൻ, കറുത്ത വാവിന് ചന്ദ്രൻ ഉണ്ടാവില്ലല്ലോ, ചന്ദ്രൻ ഉദിക്കാത്ത ദിവസം എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. രാത്രി, എത്രയോ നാഴിക രാത്രി ഈ മരുന്ന് തേക്കുന്നതോടെ അയാൾ ആഗ്രഹിക്കുന്ന മൃഗരൂപത്തിലോ ഉരക രൂപത്തിലോ സഞ്ചരിക്കാൻ പറ്റും. ഈ മരുന്നിൻ്റെ ശക്തി ഒരു പ്രത്യേക സമയത്തോളമേ നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ സ്വാഭാവികമായിട്ടും തൻ്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് പുറത്തു വരും. അത് പുലർച്ചെയാവുന്നതിന് മുൻപ്, ബ്രാഹ്മമുഹൂർത്തമാവുന്നതിന് മുൻപ് താൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടത്തിയിരിക്കണം. അങ്ങനെയാണ്. അങ്ങനെ മൃഗമായോ ഉരകമായോ വേഷം മാറി വരുന്ന ഈ മനുഷ്യൻ തനിക്ക് പ്രതികാരം ആരോട് തോന്നുന്നുവോ അത് മുത്തച്ഛൻ്റെ ഒരു വേർഷനാണ് ഞാൻ പറയണത്. അങ്ങനെ കണ്ടവരോടൊക്കെ ഒന്നും അങ്ങോട്ട് പ്രതികാരം തോന്നാനൊന്നും പാടില്ല, ആർക്കും പാടില്ല. കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള കാര്യകാരണം ഉണ്ടാവണം. എന്നാലേ ആ കർമ്മം സഫലമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതികാര ബുദ്ധിയുള്ള ആരോടെങ്കിലും ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഒടിവേല. ഒടിവേല ആ പേര് പോലെ തന്നെ ഇങ്ങനെ ഒടിച്ചിടുക എന്നാണ് പറയണത്. അങ്ങനെ അതിപ്പോൾ കയ്യാവാം, കാലാവാം, നട്ടെല്ലാവാം. പിന്നീട് ആ മനുഷ്യൻ ചത്തതിനൊക്കും ജീവിച്ചിരിക്കുമ്പോഴും എന്ന് പറയുന്ന മാതിരി അങ്ങനെ ജീവിതാന്ത്യം വരെ. അതിലും ഭേദം കൊല്ലായിരുന്നു എന്ന് അയാൾക്ക് തന്നെ തോന്നുന്ന പോലെ. ഒന്നുകിൽ ആ പ്രത്യേക മനുഷ്യനെ, കൃത്യമായിട്ട് ആ മനുഷ്യനെ, അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരേനെങ്കിലും ഒടിവെച്ച് കൊല്ലുക. അതാണ് ഒടിവേല എന്ന് മുത്തച്ഛൻ എനിക്ക് പറഞ്ഞു തരേണ്ടായി. അതൊരു ഭയപ്പെടുത്തുന്ന അറിവായിട്ട് എനിക്ക് തോന്നി. അന്നു മുതൽ മേൽപ്പറഞ്ഞ കുട്ട, മുറം, പനമ്പ് ഒക്കെ നെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പടിപ്പരയ്ക്ക് പുറത്ത് നിന്ന് വിളിക്കുന്ന ആൾക്കാരെ ഭയത്തോടെ ഞാൻ കാണാൻ തുടങ്ങി. ഇവരിൽ ആരാണ് ഒടിവേല വയ്ക്കാൻ പോണതെന്ന് അറിയില്ലല്ലോ. ഒളിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ പണ്ട് കൂലി കൊടുത്തിരുന്നത് പൈസയല്ല. അന്നത്തെ കാലത്ത് സത്യം പറയാട്ടോ, ആർക്കും പൈസ വേണ്ടിയിരുന്നില്ല. നെല്ല്, അരി അല്ലെങ്കിൽ വീട്ടിലുണ്ടാവണ പച്ചക്കറി ഇതൊക്കെയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഒന്നുകിൽ വീട്ടിലെ പ്രായമായ സ്ത്രീകൾ, അതിപ്പോൾ നമുക്ക് മൊറും കൊട്ടയൊന്നും ചിലപ്പോൾ വേണ്ടിയിരില്ല, എന്നാലും അവർ കൊണ്ടുവരുമ്പോൾ നമ്മൾ മേടിച്ച് വയ്ക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഉള്ളിൽ ഈ ഒരു പേടി ഉള്ളത് കൊണ്ടാവോ എന്ന് തോന്നുന്നു. പക്ഷേ അതായിരുന്നില്ല. കുറച്ചും കൂടെ വലുതായപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ തന്നെ എൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായിരിക്കാം സത്യം എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഈ കൊട്ടി മൊറമൊക്കെ നമ്മൾ മേടിക്കും, പനമ്പൊക്കെ മേടിക്കും. എന്നിട്ട് അവർക്ക് അവരുടെ മുണ്ടിൻ്റെ, ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ കോന്തല എന്ന് പറയും. ആ കോന്തല ഇങ്ങനെ നീട്ടിക്കാണിക്കുമ്പോൾ ആ കോന്തല നിറച്ച് അരി നെല്ലും കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞയക്കും. നായാടികൾ വരുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അവരെ പടിപ്പരയ്ക്ക് ഇപ്പുറം കടത്താറില്ല. എന്നിട്ട് അമ്മമ്മയും അച്ഛമ്മയൊക്കെ പറയും, നല്ലോണം ഒന്ന് മനസ്സറിഞ്ഞ് പ്രാവിക്കോളൂ കേട്ടോന്ന്. പ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ? അനുഗ്രഹത്തിൻ്റെ വിപരീതമാണ് പ്രാക്ക്. സാധാരണയായിട്ട് നമ്മൾ അനുഗ്രഹിക്കണേ എന്നാണ് പറയുക. പക്ഷേ ഇവരോട് പറയുക, നായാടികളോട് പറയുക, നല്ലോണം ഒന്ന് പ്രാവിക്കോളൂ എന്നാണ്. അവർ പ്രാവുമ്പോഴാണ് അത്രേ അത് അനുഗ്രഹമായിട്ട് മാറണത്. ഒരു 3 വട്ടം പൂന്ന് തുപ്പി
മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ എന്ന് പറയുമ്പോഴാണ് അത്ര അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അതൊരു വിപരീത പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ അടുത്തേക്ക് വിടില്ല, ഈ വയസ്സായ ആൾക്കാരാണത് ചെയ്യുക. അതേമാതിരി പറയര് വരുമ്പോഴും ഇങ്ങനെ ചെയ്യും, അരിയും ഇതൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും ഇവരിങ്ങനെ, കുറച്ച് വലുതായതിനു ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എന്തിനായിരിക്കും ഇവർ ഒടിവേല വെക്കണത്? ഒടിയൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കാലാകാലങ്ങളായിട്ട് അധകൃതർ എന്ന് മുദ്രകുത്തപ്പെടുകയും മേലാളർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ അടിമകളെ പോലെ പണിയെടുത്തിട്ട് അവരുടെ ചവിട്ടും കുത്തും കൊണ്ട് ദുരിതത്തിലാണ്ട് കിടന്നിരുന്ന ഒരു വിഭാഗം അവരുടെ സർവ പ്രതിഷേധ ബുദ്ധിയും പുറത്തേക്കെടുക്കാൻ കണ്ട ഒരു മാർഗമായിരിക്കില്ലേ ഒടിവേല? ഇതേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് വരികെ ആരും ചെയ്യാവുന്ന ഒരു പ്രവൃത്തി, അതായിരിക്കില്ലേ ഒടിവേല? ഒടിയൻ എന്ന സങ്കല്പത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ കഥകളായിട്ടും സിനിമകളായിട്ടും ചെയ്യുകയും നമ്മളതൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. അവസാനം മോഹൻലാൽ അഭിനയിച്ച ഒടിയൻ എന്ന സിനിമയും നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് ആ സിനിമയിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയണത്, ശരിക്കുള്ള പാലക്കാടൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ഒടിയൻ്റെ സൈക്കോളജി, മനഃശാസ്ത്രം ആ സിനിമയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് തോന്നിയത്. സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ, ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല ഒടിയൻ എന്ന മോഹൻലാലിൻ്റെ സിനിമ. ഒടിയങ്കം എന്ന പേരിൽ ശ്രീജിത്ത് പണിക്കർ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കാണുകയുണ്ടായി. അത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒടിയൻ സങ്കല്പവുമായിട്ട് നീതി പുലർത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അക്കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. പിന്നീട് ഒരു ഒടിയൻ കഥ ഞാൻ കേട്ടത് അച്ഛൻ്റെ വല്യമ്മാവനിൽ നിന്നാണ്. അച്ഛൻ്റെ ഈ വല്യമ്മാവനെ കുറിച്ച് ഗാന്ധർവം എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അയോയയുടെ കഥ പറഞ്ഞതും അതിൽ തന്നെയാണ്. അച്ഛൻ്റെ വല്യമ്മാവൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ഉയരം കൂടിയ നല്ല തടിയുള്ള ഒരു വ്യക്തി. നാട്ടിലെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരാൾ. ഇതുമാതിരി അദ്ദേഹത്തിനൊരിക്കൽ ഒരു ഒടിയൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കഥകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വീട്ടിൽ വന്നിട്ട് പറമ്പിൽ നിന്ന് കായക്കൊല മോഷ്ടിച്ച ഒരാളെ വല്യമാമ അടിച്ചത്രേ. അടി കൊണ്ടുപോയ അയാൾ ഇന്ന് രാത്രി നിങ്ങൾ തികക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അത്രേ പോയത്. അന്ന് രാത്രി വീടിൻ്റെ മുറ്റത്തിറങ്ങിയ വല്യമാമയുടെ മുന്നിൽ ഒരു വലിയ പോത്ത് മുക്രയിട്ടുകൊണ്ട് വന്ന് നിന്നു എന്നും, വല്യമാമ മന്ത്രവാദമൊക്കെ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം അനങ്ങാതെയും ഭയപ്പെടാതെയും പോത്തിനെ രാവിലെ കൊലമോഷ്ടിച്ച മനുഷ്യൻ്റെ പേരിൽ വിളിക്കുകയും മര്യാദയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ പോത്ത് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ കഥ ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ വല്യമാമയേക്കാൾ ഹീറോ ആയി നിൽക്കുന്നത് ഒടിയനാണ്. എന്താ വെച്ചാൽ ഉന്നതര് എന്ന പേരിലേ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഉന്നതരായതുകൊണ്ട് മാത്രം നമ്മളെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും അവകാശമുണ്ടെന്നും ലൈസൻസ് ഉണ്ടെന്നും വിചാരിക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ
പോരാടുന്ന ഒരാളോടായാലും ഒരു വർഗത്തിനോടായാലും എൻ്റെ മനസ്സ് അന്നും ഇന്നും സപ്പോർട്ടീവാണ്, അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വല്യമാമയുടെ കേമത്തം കൊണ്ട് അയാൾ പിന്തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ കഥ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ തുടർന്ന് എന്തുണ്ടായി? ഇത്രേ ഇയാളേനെ ചതിക്കുഴി വെച്ച് ഈ മനുഷ്യനെ അമ്മാമ്മയും സിബന്ദികളും കൂടി കുഴിയിൽ ചാടിച്ചു പിടിച്ചിട്ട് അടിച്ച് ഒരു പരുവാക്കി പിന്നീട് ഒരിക്കലും ഒടിവേല ചെയ്യില്ല എന്ന് സത്യം ചെയ്യിച്ചു വിട്ടു എന്നാണ് പറയണത്. സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവര് അത് തെറ്റിക്കില്ല. അങ്ങനെ ഒരു കഥ ഞാൻ കേൾക്കണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, അത് അക്കാലത്ത് വളരെയധികം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രിയായാൽ, വീണ്ടും പറയണു, വിദ്യുച്ഛക്തി നിലവിൽ വന്നിട്ടില്ലാത്ത കാലമാണ്. രാത്രിയായാൽ ആൾക്കാരധികം ഒന്നും പുറത്തിറങ്ങില്ല. അന്നൊക്കെ പകലൂണാണ്. പകലൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, വൈകുന്നേരം വിളക്കൊളത്തി കുട്ടികൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ 6:30-7 മണിക്കുള്ളിൽ വീട്ടിലെ സകല ആൾക്കാരും ഭക്ഷണം കഴിക്കും. 8-9 മണിയാവുമ്പോഴേക്കും എല്ലാവരും ഉറക്കാവും. പിന്നെ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനടുത്തുള്ള പാതകളിലെ കലുങ്കുകളിൽ 2-3 ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാണാം. കലുങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വലിയ പാറ സ്തംഭങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ വലിയൊരു പാറ, ഒരു ബെഞ്ച് പോലെ, പാറ കൊണ്ടുണ്ടാക്കിയൊരു ബെഞ്ച് പോലെ ഉണ്ടാവും. അത് ചുമട് താങ്ങി വരുന്ന ആൾക്കാർക്ക് ആ ചുമടൊന്ന് ഇറക്കി വെച്ച് വിശ്രമിക്കാനും അല്ലെങ്കിൽ ഒന്ന് കയറിയിരുന്ന് വിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു വഴിയാത്രക്കാരെ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതാണ് കലുങ്കുകൾ. ഈ കലുങ്കുമ്പിൽ 2-3-4 ആൾക്കാർ ഇരിക്കുന്ന കാണാത്ര. രാത്രി പുറത്തിറങ്ങുന്ന ആൾക്കാരോട് ഇവർ ചോദിക്കുക, എങ്ങോട്ടാ പോണ എന്ന് ചോദിക്കും. ഞാനതവിടെ ഈ ഇടം വരെ, എന്നാൽ അതൊന്ന് കണ്ടിട്ട് പൊക്കോളൂ പറഞ്ഞിട്ട് അവരവരുടെ ഈ ഉടുത്തിരിക്കുന്ന മുണ്ടൊന്ന് ലേശം ഉയർത്തി മുട്ടുകാല് വരെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മനുഷ്യന്റെ കാലുകളാവില്ല, പോത്തിന്റെ കാലുകളാവുന്നു. പോത്തും കാലുകൾ നടപ്പിൽ എന്നാണ് പറയണത്. അത് കാണുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ആന്തലുണ്ടല്ലോ, ചിലപ്പോൾ ആ ഒരു ആന്തലോടുകൂടി തന്നെ ആളുടെ പണി തീരാനും മതി. അങ്ങനെ പോത്തും കാലുകൾ കണ്ടിട്ടാണ് എന്നും പറഞ്ഞിട്ടുള്ള കുറേ മരണങ്ങളും കേൾക്കുണ്ടായിട്ടുണ്ട്. ഈ മരണങ്ങൾക്കും ഈ ഒടിവേലകൾക്കും പോത്തുംകാലുകൾക്കും ഒക്കെ ഒരറുതി വന്നത് ഇലക്ട്രിസിറ്റി വന്നപ്പോഴാണ്. പ്രധാനമായിട്ട് ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ഇതിനെല്ലാം അറുതി വന്നു. പിന്നീട് ആ കുലത്തിൽപ്പെട്ടവർ ഒടിവേല നിർത്തിയോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നതിന് നമുക്കൊരു തെളിവുമില്ല. കാലം കുറെ കഴിഞ്ഞു. ഞാൻ വിവാഹിതയായിട്ട് തൃശ്ശൂരിലെ ഒളരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വരെയുണ്ടായി. ഒളരിക്കരയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്, ഒളരിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ മൈതാനവും കഴിഞ്ഞ് റോഡിനപ്പുറത്ത് ഒരു ചെറിയ കോവിലുണ്ട്. കണ്ടങ്കാവ് എന്നാണ് അതിന് പറയാം. കണ്ടങ്കാവിലത്തെ പ്രതിഷ്ഠ കണ്ടനാണ്, കണ്ടൻ എന്നാണ് പറയാം. കണ്ടൻ ഒരു നീചദൈവമാണ്. നീചദൈവം എന്ന് നമ്മൾ പറയണത് നേരത്തെ പറഞ്ഞ മാതിരി വരേണ്യരായ ദൈവങ്ങളും ഉണ്ട്, വരേണ്യരല്ലാത്ത ദൈവങ്ങളും ഉണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ. അങ്ങനെ ഒരു വരേണ്യനല്ലാത്ത ദൈവമാണ് കണ്ടൻ. അപ്പം എവിടെ ചെന്നാലും ഇത്തരം ആൾക്കാരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ വളരെ തൽപരയായിരുന്ന ഞാൻ കണ്ടൻ്റെ കഥയും അന്വേഷിച്ചറിയുണ്ടായി. കണ്ടൻ ആ ദേശത്തെ ഒരു വലിയ തറവാട്ടിലത്തെ പുറംപണിക്കാരനായിരുന്നത്രേ. കണ്ടന് കുറേശ്ശെ
മന്ത്രവാദമൊക്കെ അറിയാമായിരുന്നു എന്നാണ് പറയണത്. വളരെ സുന്ദരനായ സുഭഗനായ കണ്ടനിൽ ആ തറവാട്ടിലത്തെ ഒരു പെൺകുട്ടി അനുരക്തയായി. സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടു പഴകിയിട്ടുള്ള ഒരുപാട് കഥകളിൽ ഒന്ന് തന്നെ. എന്നെ ഈ കഥ ആകർഷിക്കാനുണ്ടായ കാരണം ഞാൻ പറയാം. അങ്ങനെ പെൺകുട്ടി അനുരക്തയായി. ഒരിക്കൽ അവർ തമ്മിലുള്ള സംഗമരംഗം കാരണവർ കണ്ടുപിടിക്കുന്നു. അത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തെറ്റുകാരാണ്. പക്ഷേ ആരാണോ ഉയർന്ന വർഗക്കാർ അല്ലെങ്കിൽ ഉയർന്ന വർഗം എന്ന് നടിക്കുന്നവർ, അവരുടെ കയ്യിലാണല്ലോ അധികാരം മുഴുവൻ. കാരണവര് തൻ്റെ സിൽബന്ദികളെ വെച്ച് കണ്ടനെ വധിച്ചു എന്നാണ് കഥ. ആ പെൺകുട്ടി അതോടുകൂടി ആത്മഹത്യ ചെയ്തു എന്നും കേൾക്കുന്നു. ഇതെല്ലാം കഥയാണ്. പക്ഷെ തുടർന്ന് ആ തറവാട്ടിൽ ഒരാളും മര്യാദയ്ക്ക് ഒരു നേരം പോലും അന്നം കഴിക്കണ്ടായിട്ടില്ല അത്രേ. അതായത് അവർ വെച്ചുണ്ടാക്കണ ഭക്ഷണത്തിൽ പല്ലി വീണ് ചാവുക, അല്ലെങ്കിൽ മലമൂത്രാദികൾ കാണപ്പെടുക. അവരെ ഭക്ഷണം കഴിപ്പിക്കില്ല, അത്ര തന്നെ. അങ്ങനെ അവസാനം ഗതികെട്ട കാരണവര് ഏതോ ഒരു വലിയ മന്ത്രവാദീനെയൊക്കെ വിളിച്ചു കൊണ്ടെന്ന് പ്രശ്നം വെപ്പിച്ചപ്പോൾ കണ്ടനാണ് ഇതിൻ്റെ പിന്നിലത്തെ കാരണം എന്ന് മനസ്സിലാക്കുകയും കണ്ടനെ ബന്ധിച്ചാലല്ലാണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ എത്രയോ ദിവസം തുടർച്ചയായിട്ട് ക്രിയകൾ ചെയ്തിട്ടും കണ്ടനെ ബന്ധിക്കാൻ പറ്റിയില്ല. തുടർന്ന് കണ്ടൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണത്രേ: ഒളരിക്കര ഭഗവതിയുടെ വെട്ടുകത്തിക്കാരനായിട്ട് എന്നെ പ്രതിഷ്ഠിക്കണം, എന്നാലേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കിഷ്ടായി. എന്താന്ന് വെച്ചാൽ ഒളരിക്കര ഭഗവതിക്ക് കാവൽക്കാരനായിട്ട്, അല്ലെങ്കിൽ ഒളരിക്കര ഭഗവതിയുടെ മുഖ്യ സേനാധിപൻ പോലെ എന്നെ വാഴിക്കുകയും എനിക്കായി ഒരു കോവിൽ ഉണ്ടാക്കുകയും ഒളരിക്കര അമ്മയെ കാണാൻ വരുന്നവരെല്ലാവരും എന്നെ വന്ന് കണ്ട് തൊഴുകയും ചെയ്യണം. എങ്ങനെ തൊഴണം? കണ്ടങ്കാവിൽ തേവരേ എന്ന് വിളിച്ചിട്ട് തൊഴണം. എന്നെ നീചജാതിക്കാരൻ ആണ് എന്ന പേരിൽ വെട്ടിക്കൊന്ന ഒരു വരേണ്യ സമൂഹം എന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ട് തൊഴണം, അങ്ങനെ പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചു. കണ്ടങ്കാവിൽ തേവര് ന്യായമായ ഏതാഗ്രഹവും ഒരു കലശം നടത്തിയാൽ, പ്രാർത്ഥിച്ചാൽ നമുക്ക് നടത്തിത്തരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കണ്ടങ്കാവിൽ തേവരോട് ന്യായമായിട്ടുള്ള എന്ത് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാനിത് കണ്ടങ്കാവിൽ തേവരുടെ PR വർക്ക് ചെയ്യൊന്നുമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരാൾ അന്യായമായ ഏതൊരു പ്രസ്ഥാനത്തിനോട് എതിരിടുന്നുവോ ആ ആളെൻ്റെ ഹീറോ ആണ്. അത് ഗന്ധർവനാവട്ടെ, യക്ഷനാവട്ടെ, കണ്ടനാവട്ടെ, ഒടിയനാവട്ടെ, എൻ്റെ ഹീറോസാണ് അവരെല്ലാവരും, എൻ്റെ നായകന്മാരാണ്. കണ്ടങ്കാവിൽ തേവരെ എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കാണണം, ഒന്ന് വന്ന് വന്ദിക്കണം. ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ ദാ വന്ദിച്ചു എന്നൊന്ന് മനസ്സിൽ വിചാരിക്കണം. ആധുനിക കാലത്ത് ഒടിയന്മാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ എന്നോട് ഒടിയൻ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്. ഒടിവേല ചെയ്യുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഒടിയന്മാർ ഇപ്പോഴും ഇതേമാതിരി വേഷം മാറിയിട്ട് ഇറങ്ങി നടക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കതിനൊരു മറുപടിയുള്ളൂ. ഞാൻ ഒടിയന്മാരെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ
തൽസ്വരൂപത്തിൽ ദർശിച്ചിട്ടുണ്ട്. ആ കഥ പിന്നാലെ വരും.